ആറാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് വന്നാൽ, അല്ലെ അതിൻ്റെ കാരകനുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞുള്ള രോഗം എന്ന് പറയുന്നത് ഉള്ളം കയ്യിൽ വേദന, ചൊറിച്ചിൽ, കയ്യിലുണ്ടാകുന്ന അസുഖങ്ങൾ, വയറിന് അമിതമായി ഉണ്ടാകുന്ന വീർക്കൽ, വയറിങ്ങനെ വീർത്ത് വരുന്ന, ഗട്ട് ഹെൽത്ത് ഒരുപാട് ഇഷ്യൂസ്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മലദ്വാര സംബന്ധമായിട്ടുണ്ടാകുന്ന വേദന, പ്രശ്നങ്ങൾ, പൈൽസ്, പിസ്റ്റുല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആർഷരോഗങ്ങൾ, അപ്പം അല്ല ഏതെങ്കിലും ഒരുപാടുണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചുകൊള്ളുക. തോളിനും എല്ലിനും ഉണ്ടാവുന്ന ബലക്കുറവ്, ശ്വാസഗതിയിൽ വേഗതയുടെ ഏറ്റക്കുറച്ചിലുകൾ, ആ ഒരു പെട്ടെന്നുള്ള മാറ്റം, അണുബാധ കൊണ്ടുള്ള രോഗങ്ങൾ, ഉദരരോഗങ്ങൾ, അതിസാരം പോലുള്ള കാര്യങ്ങൾ, ഈ ഫോബിയകൾ, മനസ്സിനുണ്ടാവുന്ന ഭയം, ഫോബിയാസ്, പലതരത്തിലുള്ള ഫോബിയാസ്, അതുപോലെ തന്നെ മറ്റും പല മനോരോഗങ്ങൾ, ശമിച്ചു എന്ന് തോന്നിയാലും വീണ്ടും 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 വരുന്ന രോഗങ്ങൾ, ലക്ഷ്യബോധമില്ലാതെ ആലോചിച്ച് കൂട്ടുന്ന മാനസിക പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ അത്തം നക്ഷത്രത്തിൻ്റെ ഒരു പ്രധാന രോഗസാധ്യതകളാണ്. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രക്കാർ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ പറയുക, നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമോ അതെല്ലാം ചെയ്യണം. അത് വിട്ടുകളഞ്ഞാൽ നിങ്ങൾ പതറിപ്പോവും. ആ മെൻ്റൽ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമോ അതെല്ലാം നിങ്ങൾക്ക് ഉപകാരമാവത്തേ ഉള്ളൂ. അതിന് ശേഷം വേണം ഫിസിക്കൽ ഹെൽത്തിന് നോക്കാൻ. ഫിസിക്കൽ ഹെൽത്ത് മെൻ്റൽ ഹെൽത്തിനെയും, മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനെയും സ്വാധീനിക്കും എന്നുള്ളതാണല്ലോ. എന്നാലും മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം എന്നുള്ളത് ഒരു എളിയ അപേക്ഷയാണ്. ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് കാർമിക് ടെക്റ്റ്, ഇതെല്ലാം ഈ നക്ഷത്രത്തിൽ ജനിച്ചതും ഈ അനുഭവങ്ങൾ വരുന്നതും ഒക്കെ ലഗ്നാലും ഒക്കെ പല കാര്യങ്ങൾ നോക്കിയിട്ട് വേണമല്ലോ. അപ്പോൾ ആ ഒരു സോളിലുള്ള ഡെപ്റ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചപ്പം ആ സോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മദുരിതങ്ങളെ ക്ഷയിപ്പിക്കാൻ ഉള്ള ക്ഷേത്രങ്ങൾ നമുക്ക് നോക്കാം.